രണ്ട് മൂന്ന് നാല് എടാ അഞ്ച്. നീ എത്ര നേരം ഇങ്ങനെ കൗണ്ട് ചെയ്തോണ്ടിരിക്കും? അതിൽ അത്രമാത്രം ഒന്നുമില്ലല്ലോ. ആ പൈസ തന്നെ ബാങ്കിൽ തന്നെ കിടന്നോട്ടായിരുന്നു. പിന്നെ എന്നോട് മുഴുവൻ എടുത്തിട്ട് വാന്ന് പറഞ്ഞോണ്ട് മാത്രം എടുത്തതാ. ഇതാ. എടാ അതെന്താണെന്നറിയോ? ഈ ഓൺലൈൻ ട്രാൻസ്ഫർ ആകുമ്പോഴേ നമ്മൾ ഒരു കണക്കിലാണ് അങ്ങോട്ട് ചെലവാക്കും. പിന്നെ പൈസ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെലവാക്കാനും തോന്നില്ല. ഇത് അങ്ങനെ തന്നെ കയ്യിലിരിക്കും. ഇതിപ്പോ സാലറി മുഴുവൻ ഞാൻ തന്നു കഴിഞ്ഞു കേട്ടോ. ഇനി വളരെ കുറച്ച് പൈസ എന്റെ കയ്യിലുള്ളൂ. അത് ഞാൻ ഈ മാസം എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതാ. എടാ ഓരോ മാസം ഞാൻ നിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുമ്പോഴേ ഞാൻ വിചാരിക്കും നിന്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട, നിന്റെ തന്നെ ഇരുന്നോട്ടേ എന്ന്. ഇതിപ്പോ എനിക്ക് ഷർട്ട് വാങ്ങാനോ മൊബൈൽ വാങ്ങാനോ ഒന്നും അല്ല, കുടുംബത്തെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ. നിന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടല്ലോ നിന്റെ ആവശ്യം എന്ന് പറഞ്ഞ്, അതവിടെ ഇരിക്കട്ടെ. വേണേ നമുക്ക് എടുക്കാം. ഇപ്പൊ ഇത് മതി. ഓരോ മാസം തന്നെ പറയാം നിന്റെ ഇന്ന് പൈസ വാങ്ങണ്ടാന്ന് വിചാരിക്കും, പിന്നെയും വാങ്ങിക്കൊണ്ട് പോകാൻ. ഈ കുടുംബത്തിലെ ആവശ്യങ്ങളൊക്കെ എന്നാണോ തീരുക? ജോലി ചെയ്യുന്നത് വെച്ചോ തന്നെ. ഈ മോട്ടർ ഒന്ന് മാറ്റണം. കറണ്ട് ചാർജും കൂടുതൽ, വെള്ളമാണെങ്കിൽ വളരെ പതുക്കെ കയറുക. 2-3 മാസം കഴിയട്ടമ്മേ. ഇന്ന് സാലറി കിട്ടുന്നത് മുഴുവനേ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞായിട്ട് വാങ്ങിക്കൊണ്ടുപോയി. അയ്യോ, 3 മാസം വരെ മോട്ടർ മാറ്റാണ്ടിരുന്നാലേ മോളെ കറണ്ട് ചാർജ് നല്ല പോലെയാവും. അതിന് പാതി പൈസ പോരെ മോട്ടർ വാങ്ങാൻ? അമ്മ ഇതിന് തന്നെ 6500 കൊടുത്തിട്ടുണ്ട്. ഇനി അത്രയും നല്ലതൊക്കെ വേണമെങ്കിൽ എന്തായാലും 10000ന്റെ മേലെ പോകും. ഈ മാസം നടക്കില്ല അമ്മ. ഏട്ടൻ കുറച്ച് പൈസ വാങ്ങിക്കൊണ്ട് പോയിട്ടില്ലേ? അമ്മ ഒരു കാര്യം ചെയ്തോ, അതൊന്ന് കുറച്ച് വാങ്ങും. പിന്നെ അമ്മേന്റെ കയ്യിൽ ഉണ്ടാവൂലേ, അതും ചേർത്തിട്ട് എങ്ങനെയും വാങ്ങാൻ നോക്ക്. അതിന് എന്റെ കയ്യിൽ എവിടുന്ന പൈസ? നീ ആകെ മാസം 6000 5000 തരും. നാട്ടില് മുഴുവനും കല്യാണം, പൊരേ കൂടല്, ചോറൂണ്, അത് ഇത് പറഞ്ഞിട്ടൊക്കെ ഞാൻ നടത്തും. അപ്പോഴേക്ക് ആ പൈസ അങ്ങ് കഴിഞ്ഞു. പിന്നെ അവന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത് പൈസ വാങ്ങുമോ? അവന് കിട്ടുന്നത് തന്നെ തികയുന്നില്ല. അതല്ലേ മോളോട് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നതവേ. ഇപ്പൊ പറയാനും നിന്റെ കയ്യിൽ മാത്രം ഇവിടെ പൈസയുള്ളൂ. നിനക്ക് പിന്നെ യാതൊരു ചെലവും ഇല്ലാലോ. എല്ലാ കാര്യങ്ങളും ഞങ്ങളല്ലേ നോക്കുന്നത്. പിന്നെ ഞാൻ നാളെ തന്നെ പോയി മോട്ടർ എടുക്കും കേട്ടോ. ഇപ്പൊ നിനക്ക് ശമ്പളം കിട്ടിയ സമയല്ലേ, നീ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്ക്. ആവില്ല അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അത് മാറ്റും ഇത് മാറ്റും. പൈസ എങ്ങനെയാ വരുന്നത് ആർക്കും അറിയണ്ട. ഒരു കുഴപ്പമില്ല മോട്ടർ. കറണ്ട് ചാർജിന്റെ പേരും പറഞ്ഞിട്ട് ഇനി അത് മാറ്റിപ്പിക്കണം, എന്നാലേ സമാധാനമാവും. അമ്മ ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട്? ആണോ? നാളെയാ? ഹോസ്പിറ്റലിലേക്ക് ഞാൻ വരണോ അതോ അമ്മ കൂട്ടിയിട്ട് പോവോ? ആ എന്നാ ആയിക്കോട്ടെ. പിന്നെ അച്ഛന്റെ അക്കൗണ്ടിലേക്ക് ഒരു 3000 രൂപ ഇട്ടിട്ടുണ്ട്. പിന്നെ മരുന്നിന് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. അയ്യോ എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല. ഞാൻ കുറച്ച് കൂടുതൽ പൈസ തരണമെന്ന് വിചാരിച്ചാ, പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ടേ. ഇവിടുത്തെ ആവശ്യമൊന്നുമില്ല. ഇവിടെ എന്താ എൻ്റെ ഓരോ പേഴ്സണൽ ആയിട്ടുള്ള ചെലവൊക്കെ. ആ ഇല്ലമ്മ അത് വെച്ചോ. അതും ഇല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും ഒന്ന് തരണ്ടേ? അവൻ വിളിച്ചോ? ആ ശരി, ഞാൻ പൈസന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ. ആയിക്കോട്ടെ ശരി. അത് ശരി. ഇതിനിടയ്ക്ക് നീ വീട്ടിലേക്കും പൈസ അയച്ചു കൊടുത്തോ? ആ അച്ഛന് വയ്യാത്തതല്ലേ, ഒരു 3000 രൂപ അത്രേ കൊടുത്തുള്ളൂ. ശരിക്കും അതൊന്നും പോരാ, വേറെന്താ ചെയ്യാ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടന്നു പോണ്ടേ. അല്ല, വീട്ടിലേക്ക് തന്നെ എല്ലാ മാസം ഇങ്ങനെ പൈസ അയച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പോകുന്നത്. അത് അല്ല, ഞാനും ചോദിക്കുന്നെന്ന് വിചാരിക്കുക. ഇതെന്താ ശമ്പളം കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് കൊടുക്കുന്നത്? നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ വല്ല രീതിയുണ്ടോ? പക്ഷെ എന്റെ മോളൊന്നും അങ്ങനെയല്ലേ. അവള് ശമ്പളം കിട്ടും 1 രൂപ പോലും ഞങ്ങൾക്ക് തരില്ല. ഞങ്ങളത് വാങ്ങൂല്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നും ആയതുകൊണ്ടല്ല അമ്മേ. എനിക്ക് എന്റെ പാരന്റ്സിനോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ആ ചെറിയൊരു പൈസ അയച്ചത്, അത് അച്ഛന് മരുന്ന് വാങ്ങാൻ പോലും തികയില്ല. കുറച്ച് പൈസ കൊടുത്ത് അവരെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ഇവിടുത്തെ ആവശ്യങ്ങള് എപ്പോഴും കൂടിക്കൂടി വരികയല്ലേ. മോളെ, ഇവിടത്തെ കാര്യങ്ങൾ അവിടത്തെ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മോളിവിടെ കല്യാണം കഴിച്ചു വന്ന കുട്ടിയല്ലേ. ഇനി ഇവിടത്തെ കാര്യങ്ങളാണ് മോളെ കാര്യങ്ങള്. അവിടെ അച്ഛന് ജോലി ഉണ്ടായിരുന്നല്ലേ, അപ്പൊ എന്തെങ്കിലും കയ്യിൽ ബാക്കി ഉണ്ടാവില്ലേ? അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള പൈസയൊക്കെ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിനും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ചെലവാക്കി. പിന്നെ എന്റെ കല്യാണ സമയത്ത് സ്ഥലമൊക്കെ വിറ്റിട്ടുണ്ടായിരുന്നു. വീട് കെട്ടാനും നല്ലൊരു പൈസ വന്നു. ഇപ്പൊ പിന്നെ അത്രയും ഉള്ളോട്ടല്ലേ വീട്, അതുകൊണ്ടാണ് അവരിവിടെ ടൗണിൽ വന്ന് റെന്റിന് താമസിക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടുത്തെ റെന്റ് കൊടുക്കണം, ബാക്കി ചെലവുകൾ നടന്നു പോകണം. പിന്നെ ട്രീറ്റ്മെന്റ് ഞാൻ ചെറിയൊരു പൈസ അയക്കുന്നത്, അതുകൊണ്ടൊന്നും ഒന്നും ആകില്ല. നല്ല ആൾക്കാര് അവരെന്തിനാ മോളെ ആശ്രയിക്കുന്നത്?
പിന്നെ എന്തിനാ അവര് ടൗണിൽ വന്ന് വീടൊക്കെ എടുത്ത് താമസിക്കുന്നത്? അവര് ഉള്ളോട്ടാണെങ്കിൽ ആ വീട്ടിൽ തന്നെ താമസിച്ചാ പോരെ? ഈ വാടക കൊടുക്കുന്ന പൈസ അവർ ചെലവ് കഴിഞ്ഞൂടെ? എന്നിട്ട് ഇവിടെ കിടന്ന് ടെൻഷൻ അടിക്കുക, അയ്യോ പൈസ കൊടുക്കാൻ വഴിയില്ല, പൈസ കൊടുക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിനെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അമ്മ, ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാലോ, ഒരുപാട് ഉള്ളോട്ടാ. അതിന്റെ അകത്ത് ഒരു ഓട്ടോ പോയാൽ പോയി, അത് തന്നെ. അത് നമ്മൾ വിളിച്ച് കാത്തിരുന്ന് അങ്ങനെയൊക്കെ വേണം. അപ്പൊ അച്ഛന് ഇങ്ങനെ വയ്യായികയൊക്കെ ഉള്ളത് കൊണ്ടേ, പിന്നെ ഞാനും ഇവിടെ, അനിയനാണെങ്കിലും ഹോസ്റ്റലില്, എല്ലാം കൂടി അവർക്ക് പാടാ. ഇവിടെയാണെങ്കിൽ പിന്നെ എനിക്ക് ഓടി വരാനുള്ള ദൂരമേ ഉള്ളൂ, എന്ത് ആവശ്യത്തിനും പോകാം. പിന്നെ അത് മാത്രമല്ല, ഒരു ടാക്സി ഒക്കെ വിളിച്ചിട്ട് വേണം അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ. നല്ല ഹോസ്പിറ്റലുകളും ഇല്ല. അപ്പൊ അതൊക്കെ നോക്കുമ്പോ എല്ലാം കൂടി നോക്കിയിട്ടാട്ടോ ഇവിടെ വന്ന് നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാലേ അവള് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത് മാത്രമേ ഉള്ളൂ. അവള് വീട്ടുകാരെ കുറിച്ചുള്ള ടെൻഷൻ മാറിയിട്ടില്ല അവൾക്ക്. ആ, അത് ശരിയാ. അവിടുത്തെ ബാധ്യതകളൊക്കെ തീർത്തിട്ട് വേണ്ടേ ഇവിടുത്തെ കാര്യം നോക്കാൻ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ടല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ വീട്ടിലിപ്പോ ഒരു സഹായം എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ അനിയൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവന് ക്യാമ്പസ് ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്. മിക്കവാറും ഈ വർഷം തന്നെ ഒരു ജോലി കിട്ടും. അതുവരെയുള്ള ഈ കഷ്ടപ്പാടൊക്കെ ഇപ്പൊ അച്ഛനും അമ്മയും കിട്ടുന്ന പൈസ മുഴുവനും അവന്റെ ഹോസ്റ്റൽ ഫീസും പഠിത്തത്തിനും വേണ്ടിയിട്ടാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ആകെ ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് തെങ്ങും കവുങ്ങും ഒക്കെ അല്ലേ, അപ്പൊ അതിന് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയല്ലേ ഉണ്ടാവും. ഇപ്പൊ ഞാനും സഹായിക്കാനില്ലെങ്കിൽ അവരെന്താ ചെയ്യാ? ഞാനൊന്നും ചെയ്യണില്ല ശരിക്കും പറഞ്ഞാല്. എന്നോട് ഇന്നും പറഞ്ഞു വേണ്ട മോളെ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ. പക്ഷെ ഇവിടേക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്യുമ്പോ അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഞങ്ങളുടെ നാട്ടിലേക്ക് പിന്നെ മുതലെടുപ്പ് എന്നാ പറയാ. ഈ പെൺപിള്ളേരെ പഠിപ്പിക്കണതും കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതൊക്കെ വീട്ടുകാരന്റെ കടമയാ. അത് പറഞ്ഞും കണ്ട് കെട്ടിച്ചു വീട്ടിലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൈസ കൊണ്ടുവന്ന് വാങ്ങുക. ഇതാ ഞാൻ നിങ്ങളുടെ നന്മയ്ക്കാണ് കേട്ടോ പറയുന്നത്. വീട്ടുകാരെ ഞാരാണെങ്കിലും കണ്ടു അറിഞ്ഞൊക്കെ പെരുമാറിയ നിങ്ങൾക്ക് നല്ലത്. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. ഇവിടെ ഉണ്ട് എനിക്കൊരു പെങ്ങള്. അവള് കല്യാണം കഴിഞ്ഞ ശേഷം 1 രൂപ പോലും ഈ വീട്ടിലേക്ക് ചെലവാക്കിയിട്ടില്ല. ചെലവാക്കിയാൽ തന്നെ അത് കണക്ക് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. ഒരു ദിവസേ ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പൊ അവള് വന്നിട്ട് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അമ്മയ്ക്ക് എന്തോ പനി എന്തോ വന്നതാ. അപ്പൊ ഒക്കെ ഒരു 700 രൂപ ചെലവായി ഹോസ്പിറ്റലിൽ. അതിന് പകരം 2600 രൂപ അവൾ എൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിയത്. അതാണ് എൻ്റെ പെങ്ങള്. അല്ല, അതിന് ഞാൻ അവളെ കുറ്റം പറയില്ല. അവൾ തന്നെയാണ് ശരി. കാരണം അവൾക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ട്. നമ്മൾ അവളുടെ അടുത്ത് പൈസ ചോദിച്ചാ അയ്യോ എൻ്റെ അടുത്തില്ല, ഇതും കൂടിയുള്ളൂ പറയും. അവളെ വീട്ടുകാർ ചോദിച്ചാലോ ഇഷ്ടം പോലെ നമ്മുടെ അടുത്ത് കൊടുക്കേ. ചെറിയൊരു പൈസ അല്ലമ്മേ, അതങ്ങനെ കാര്യാക്കണ്ട. അങ്ങനെ നമുക്ക് മസിൽ പിടിക്കാനും പറ്റില്ല. അവള് ജോലി ചെയ്തുണ്ടാക്കുന്നതല്ലേ. ഇപ്പൊ ചെറുത് പറയും. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതല്ലേ. ഇപ്പൊ നമ്മൾ ഇതെങ്കിലും വാങ്ങിയെടുക്കുന്നത് കൊണ്ടാണ് അത് കിട്ടുന്നത്. അല്ലെങ്കിലോ ഇത് മുഴുവൻ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകല്ലേ. അതുകൊണ്ടല്ലമ്മേ ഞാൻ ഓരോ കാരണം പറഞ്ഞിട്ട് അവളെ നിന്ന് പൈസ വാങ്ങിയത്. പിന്നെ അവള് പൈസ തരാൻ എന്നോട് പറഞ്ഞു അവളെ വേറെ പൈസ ഒന്നും ഇത് മാത്രമേ കയ്യിലുള്ളൂ. അതെ പിന്നെ ഞാൻ ചോദിക്കാണ്ടിരുന്നു. പിന്നെ ഇപ്പൊ അവളെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തില്ലെങ്കിലേ അവളെല്ലാ കാര്യത്തിനും പിന്നെയും പിന്നെ എന്റെ പുറകെ വരില്ലേ. അതങ്ങോട്ട് ഒഴിവാക്കാലോ. പിന്നെ വെറുതെ എന്തിനാ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ നിൽക്കുന്നത്? എന്ത് പറയിപ്പിക്കുന്നത്? നമ്മൾ നാട്ടുകാരെ കൊണ്ട് ആരോടെങ്കിലും ചോദിച്ചാ? ഇല്ലല്ലോ. അവൾ നിന്റെ ഭാര്യ. അവള് ജോലി ചെയ്താൽ മുഴുവൻ പൈസ തരേണ്ടത് നിന്റെ കയ്യിലാ. നമ്മുടെ മര്യാദ കൊണ്ട് അവൾക്ക് എന്തെങ്കിലും കുറച്ച് പൈസ അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അത് നമ്മൾ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരായതുകൊണ്ട്. വേറെ ആരെങ്കിലും ആണെങ്കിലേ അവളുടെ വീട്ടിൽ ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കണമെന്ന് ദിവസം ഇവിടെ കലഹമായിരിക്കും ഉണ്ടാകുന്നത്. അവൾക്ക് സമാധാനം പറഞ്ഞു കൊടുക്കില്ല, അതറിയോ? ഇനി ഇങ്ങനെ എളുപ്പം കൊടുത്താൽ ശരിയാവില്ല കേട്ടോ മോനെ. അടുത്ത മാസം മുതൽ അവളുടെ ശമ്പളം കിട്ടും മുഴുവനും പൈസ ഇവിടെ വാങ്ങിയെടുക്കണം. നീ തൽക്കാലം ഒരു കാര്യം ചെയ്യും. അപ്പൊ അവളുടെ കുറച്ച് പൈസ ഇല്ലേ, അതിന് കുറേശ്ശെ വാങ്ങാൻ നോക്ക്. അത് ശരി. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൈസ കൊടുക്കുന്നുള്ള പേടിയിലാണ്. സാലറി കിട്ടുമ്പോഴത്തേക്കുള്ള പൈസ മുഴുവൻ വാങ്ങി വെക്കുന്നല്ലേ. അമ്മേ, ഫുഡാക്കിയിട്ടുണ്ടോ കഴിക്കാനല്ലേ? ഞാനിവിടെ ഒന്നും ആക്കിയിട്ടില്ല. വേണമെങ്കിൽ ആക്കിയിട്ട് പോ. നീ എന്താ പണിക്കാരി ഇവിടെ നിർത്തിയിട്ടുണ്ടോ ആക്കി വയ്ക്കാൻ പോകുമ്പോഴത്തേക്കും? എന്തമ്മ ഇങ്ങനെ പറയുന്നത്? ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയതല്ലേ. സാധാരണ അമ്മയല്ലേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറ്. എന്താ ഇന്നത്തെ പ്രശ്നം? ഇനി മുതൽ അങ്ങനെയാ.
വെച്ചൊരുക്കി തന്നെ പരിപാടിയൊക്കെ നിർത്തി. എല്ലാം പുലർച്ചെ കാണിച്ച് വെച്ച് എടുത്ത് പാത്രത്തിലാക്കി റെഡിയാക്കി കൊണ്ട് കൊടുക്കും. നമ്മളെല്ലാം ചെയ്തു കൊടുക്കണേ. നമ്മളോട് തീരെ നന്ദി പറയേണ്ട സാധനം തിരിച്ചില്ല. എന്തിനാ അത് പിന്നെ ആവശ്യമില്ലാണ്ട് കഷ്ടപ്പെടുന്നത്? ഞാൻ എന്ത് നന്ദിയോട് കാണിച്ചു? പിന്നെ നന്ദി കേടല്ലാണ്ട് പ്രീതി എന്താ പറയണേ ഞാന്? നീ ഇവിടുന്ന് രാവിലെ എല്ലാം വെച്ചൊരുക്കി കെട്ടിടമനെ പോലെ അണിഞ്ഞൊരുക്കി അങ്ങോട്ട് പോകും. നമ്മളെല്ലാം ചെയ്തു തരാനുണ്ടല്ലോ. ഒരു ശമ്പളം കിട്ടി പൈസ കൊടുക്കണം മുഴുവൻ നിന്റെ വീട്ടിലേക്ക്. നീ വെറും 6000 രൂപയല്ലേ എന്റെ കൈ തരുന്നുള്ളൂ. 6000 കൊണ്ട് എന്താക്കാന്ന് പറഞ്ഞിട്ടാ? അതിന്റെ ഇരട്ടി കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. നിന്റെ 6000 ഒന്നുമല്ല. നീ ഒരു പണിക്കാരനെ വെച്ച് നോക്ക്, നിനക്ക് എത്ര പൈസ കൊടുക്കുന്ന അപ്പൊ അറിയാം. ഞാൻ അതിന് അമ്മയ്ക്ക് ഇവിടെ പണിയെടുക്കുന്ന കൂലിയാണ് തരുന്ന 6000. എല്ലാ ജോലിയും ഞാൻ ചെയ്തിട്ടല്ലേ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ലേ അമ്മ ഉണ്ടാക്കാറുള്ളൂ. അടിക്കലും തുടക്കലും എല്ലാം കണ്ടില്ലേ ഞാൻ ഓഫീസിൽ പോകുന്നത്. വൈകുന്നേരം വന്നാൽ ഞാൻ അടുക്കളയിൽ കയറുന്നുണ്ട്. പിന്നെ എന്താ അമ്മ ഇവിടെ അനാവശ്യമായിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അയ്യോ, നീ ഇത്ര കഷ്ടപ്പെട്ട് തരണ്ട. നീ നിന്റെ അമ്മനെ കൊണ്ട് ഇവിടെ ഇരുത്തിക്കോ. അമ്മ എല്ലാം ചെയ്തു തരട്ടെ. എന്തൊക്കെ ചെയ്തു തരാൻ ഞാൻ കാണാലോ. അല്ലെങ്കിൽ എന്തിനും ഇവിടെ കൊണ്ടിരുത്തുന്നല്ലേ? ഒന്നും ചെയ്യാണ്ട് ഇഷ്ടം പോലെ പൈസ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടല്ലോ. നമ്മൾ വെറുതെ കഷ്ടപ്പെട്ട് ഉള്ള ആരോഗ്യം പോയി. സമയമായല്ലോ. നീ എന്താ ചോറ് കഴിച്ചോണ്ടിരിക്കുന്നത്? രാവിലെ വേറെ ഒന്നും ഉണ്ടാക്കിയില്ലേ? അത് അമ്മ ആക്കിയിട്ടില്ല. പിന്നെ എന്നെ ഒന്ന് കൊണ്ടുവിടുന്നേ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി പോയി. ഞാൻ കൈ കഴിട്ട് വരാം. വേണ്ട വേണ്ട, നീ പതുക്കെ ഇരുന്ന് കഴിച്ചു. എന്നിട്ടേ ഒരു ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പോയിക്കോ. എന്ത് ഈ പറയുന്നേ? ഞാൻ ഒരുപാട് വൈകി. സാധാരണ അമ്മയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ഞാൻ ചോറും കറിയും വെച്ചിട്ട് അങ്ങോട്ട് പോയതാ. എന്നാ ഒന്നും പറയണ്ടായിരുന്നോ? ഇതിപ്പോ കഴിക്കാൻ വരുമ്പോഴൊന്നും ഉണ്ടാക്കിയില്ല എന്ന് അറിയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഏട്ടൻ വന്നിട്ട് പറഞ്ഞു എന്റെ ഷർട്ട് അയൺ ചെയ്ത് വെക്കി, പാന്റ് അയൺ ചെയ്ത് വെക്കുന്നു. ഞാൻ വെച്ചു നിങ്ങൾ എന്നെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. മതി കഴിച്ചത്. ഞാൻ കൈ കഴിട്ട് വരാം. ഒന്ന് ബൈക്ക് എടുത്തേ. എനിക്ക് ഓട്ടോ പിടിച്ചിട്ടൊന്നും നടക്കില്ലെന്ന്. എന്നെ കണ്ടിട്ട് നീ റെഡി ആവാൻ നിൽക്കണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ ഓഫീസിൽ പോകണ്ടാവില്ല. ഇതെന്താ എല്ലാവരും ഇങ്ങനെ? അമ്മയും പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ ചെയ്യും, ഞാനൊന്നും ചെയ്തിരുന്നില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ. നിന്നെ ഞാൻ ഇവിടുന്ന് ഓഫീസിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഏകദേശം 400-450 രൂപ എന്റെ പെട്രോൾ ചെലവ് എനിക്കുണ്ടാവും. നീ നിന്റെ വീട്ടിലേക്കല്ലേ എല്ലാ മാസം പൈസ കൊടുത്തോണ്ടിരിക്കുന്നത്. നിന്റെ അച്ഛനോട് പറ പെട്രോൾ അടിച്ചു തരാൻ. ഞാൻ നിന്നെ ഓഫീസിൽ കൊണ്ടുവിടാം. ഓഫീസിൽ കൊണ്ടുവിടണം. ഇന്നെങ്ങനെ വന്നു ഓഫീസിൽ നിന്ന്? ഞാൻ വരുന്ന വഴിക്ക് നോക്കിയിരുന്നല്ലോ, കണ്ടില്ല അവിടെ. അതെന്തിന്? നിങ്ങളല്ലേ പറഞ്ഞ എന്നെ കൂട്ടാൻ വരലും വിളിക്കാൻ വരലൊക്കെ നിങ്ങൾ നിർത്തി. ഇനി മുതൽ എനിക്ക് വേണേ ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നൊക്കെ. പിന്നെ എനിക്ക് നിങ്ങളെയും കാത്ത് റോഡിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുമോ? ഞാൻ ബസ്സിന് കയറി വന്നു. എനിക്ക് മനസ്സിലായി. ആ ദേഷ്യം മനസ്സിന്ന് പോയിട്ടില്ലല്ലേ? എടാ, ഞാനെന്ന് എന്തോ ഒരു തോന്നൽ അങ്ങനെ പറഞ്ഞൊന്നുള്ളൂ. അത് കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട. അതൊക്കെ പോട്ടെ. ശമ്പളം കിട്ടിയോ? ഓ, അതാണ് അപ്പൊ കാര്യം. സ്നേഹപ്രകടനം കണ്ടപ്പോഴേ തോന്നി. ശമ്പളം കിട്ടുന്ന ഡേറ്റ് ആയ പിന്നെ ശമ്പളം കിട്ടില്ലേ? അതെന്തൊരു ചോദ്യാ. കുറി, കറണ്ട് ബില്ല്, കാറിന്റെ EMI, പിന്നെ വേറെ കുറച്ച് ചെലവ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീട്ടിലേക്ക് വല്ല പൈസ കൊടുക്കേണ്ട കാര്യമുണ്ട് ഈ മാസം. കുറച്ച് പൈസ കയ്യിൽ വെച്ചാൽ പോരെ നിന്റെ ചെലവിനായിട്ട്? കുറച്ച് പൈസയോ? ഒരു പൈസയും കയ്യിൽ വെക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലേ ജസ്റ്റ് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തും, അത്ര തന്നെ. എനിക്കതാ സൗകര്യം. എനിക്കും അതാ സൗകര്യം മോളെ. അതല്ലേ നല്ലത്. കയ്യിൽ പൈസ കൊണ്ടൊന്നും കാണുന്നില്ല മോളെ. എനിക്ക് തരാനുള്ള പൈസയെ എനിക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി. നിനക്കും അങ്ങനെ മതി പറയടാ. അതല്ലേ സൗകര്യം. ആ, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതിനെന്താ, ഗൂഗിൾ പേ വഴിയോ പേടിഎം വഴിയോ എങ്ങനെ വേണമെങ്കിലും പൈസ അയച്ചു തരാം. 2 സെക്കൻഡ് പോരെ? അല്ല, എത്ര രൂപ വേണം രണ്ടാക്കും? എനിക്കൊരു 12 താ മോളെ. അവന് 6 വന്നിട്ട് എവിടെയാവുന്നില്ല. ഇതാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. 10 ബാങ്കിലൂടെ 2 എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വരുമ്പോ ചെലവിനായില്ലേ. അമ്മ 12 അവർക്ക് എങ്ങനെ തരാൻ പറ്റും? ഇത് കുറി അടയ്ക്കണം, കറണ്ട് ബില്ല്, കാറിന്റെ EMI, ഇതൊക്കെ ഒരുപാട് എക്സ്പെൻസ് വരുന്നല്ലേ. ഒരു കാര്യം ചെയ്യും, അമ്മയ്ക്ക് തൽക്കാലം 8000 രൂപ കൊടുത്താൽ മതി.
നീ നോക്ക് എത്ര നിനക്ക് അമ്മയ്ക്ക് കൊടുക്കാന്ന്. 1000-2000 കൂടുതൽ കൊടുക്കാൻ. 8000 കുറയ്ക്കണ്ട മോളെ, അങ്ങനെ 4000 പോയില്ലടാ മോനെ, നീ 10,000 ഉണ്ടാ മോളെ. അവക്ക് എന്തെങ്കിലും വേണ്ടമ്മേ കയ്യില്. ഓഫീസിലേക്ക് പോകുന്നല്ലേ. അത് നമുക്ക് വേണമെങ്കിൽ 5-10 കൊടുക്കാലോ, അതൊന്നും മോള് വിഷയാക്കണ്ട. എന്നാ നീ നോക്ക്, നീ നോക്കിട്ട് ചെയ്യ്. എന്നാ ഈ പാൽ ആദ്യം കുടിക്കുക, അല്ലാണ്ട് എന്നിട്ട് കുട്ടിപ്പാവാം. കുടിക്കടി, പാൽ കുടിക്കും. കൊള്ളാം, അമ്മയ്ക്ക് മോനെ എന്തൊരു കള്ള സ്നേഹം. എന്റെ സാലറി കിട്ടുന്ന അറിഞ്ഞപ്പോ ഒരു മാസം മുഴുവൻ നിങ്ങൾ ഇങ്ങനെ ആർത്തിയോടെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ? അതെ, ഇങ്ങനെ കണക്ക് പറഞ്ഞ് ചോദിച്ചു വാങ്ങാൻ എന്റെ തന്നു വെച്ചിട്ടുണ്ടോ നിങ്ങൾ രണ്ടാളും? നീ എന്നിട്ട് ഇങ്ങനൊക്കെ പറയുന്നത്? സാധാരണ ഓരോ മാസം നീ പൈസ തരുന്നല്ലേ വീട്ടിൽ ഓരോ ചെലവിനൊക്കെ വേണ്ടിട്ട്. പിന്നെ ഇപ്പൊ എന്തൊക്കെ ഇങ്ങനെ കണക്ക് പറഞ്ഞ് പൈസ വാങ്ങിയെടുത്തിട്ടേ കുറ്റം പറയാൻ നല്ല എളുപ്പാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി നോക്കണം, അപ്പൊ അറിയാം. എന്റെ സ്ഥാനത്ത് നിങ്ങളൊക്കെ ആണെങ്കിലേ ഒരു 5 പൈസന്റെ ഉപകാരം പോലും നിങ്ങളെ കൊണ്ട് എനിക്കുണ്ടാവില്ല. ഇത് ഞാൻ മാസം 6000 തരുമ്പോ അയ്യോ ഞാനെന്താ അവിടുത്തെ വേലക്കാരിയോ എന്ന് അമ്മയ്ക്ക് കംപ്ലൈന്റ്. മോനെന്താണ്, നിന്റെ വീട്ടുകാർക്ക് 3000 രൂപ കൊടുത്തില്ലേ, അതുകൊണ്ട് എനിക്ക് പെട്രോൾ അടിക്കാൻ പറ്റില്ല, നിന്നെ കൊണ്ട് വിടാൻ പറ്റില്ല, നിന്റെ അച്ഛനെ കൊണ്ട് വാങ്ങും പെട്രോൾ അടിക്കാനുള്ള പൈസ എന്ന് മോൻ. നിങ്ങൾക്കൊക്കെ ഞാൻ എന്തിനു പൈസ തരണം? അല്ല, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസന്റെ വില അറിയണ്ടേ? വാരിക്കോരി തന്നത് ഞാനല്ലേ. ആ പരിപാടി ഞാൻ ഇന്നത്തോടെ അങ്ങോട്ട് നിർത്തി. എന്റെ പൈസ എന്റെ ബാങ്കിലുണ്ടാവും. അല്ല മോളെ, അത് അതും ഇല്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ചോദിച്ചു വാങ്ങിയാൽ മതി. പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മുഴുവൻ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഇവിടെ ആരും കണക്ക് പറയാൻ നിൽക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ ഒരു 1000 രൂപ കടമായിട്ട് താ, അല്ലെങ്കിൽ 10000 രൂപ താ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഞാൻ തരാം. അല്ലാണ്ട് ഫ്രീ ആയിട്ട് ഓരോ ഓശാരവും എന്റെ കയ്യിൽ നിന്ന് ഒരാൾ ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ട. കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് എന്റെ വീട്ടുകാർ. എന്നിട്ട് എനിക്ക് സാലറി കിട്ടിയപ്പോ എന്റെ അച്ഛന് 3000 രൂപ ജസ്റ്റ് മരുന്ന് വാങ്ങാൻ അയച്ചു കൊടുത്താ. അപ്പോഴത്തേക്കും നിങ്ങൾ എന്താ പറഞ്ഞത്? സാലറി കിട്ടുമ്പോഴത്തേക്കും അവളെ ഇന്ന് വാങ്ങിയെടുക്കണം, അല്ലെങ്കിൽ അവള് മുഴുവൻ വീട്ടുകാരുടെ അടുത്ത് കൊടുക്കുന്നു. പിന്നെ ഞാൻ ജോലിക്ക് വന്നുകൊണ്ടേ അമ്മ ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അതിന്റെ പാരിതോഷികം എന്റെ അടുത്ത് വാങ്ങേണ്ട ഒരാവശ്യമില്ല. രാവിലെ ചോറും കറിയൊക്കെ ഞാനല്ലേ ഉണ്ടാക്കണേ, അതിന്റെ ഒപ്പം 2 ദോശ കഴിക്കാൻ എനിക്ക് ഇത്ര വലിയ പാടാ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്റെ കാര്യങ്ങൾ നോക്കാനേ നന്നായിട്ട് പഠിപ്പിച്ച് തന്നെയാ എന്റെ വീട്ടുകാരൻ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. മോൻ പണിയെടുക്കുന്നുണ്ടല്ലോ, അമ്മ വാങ്ങും മോന്റെ കയ്യിൽ നിന്ന്. അമ്മയല്ലേ പറഞ്ഞേ മോളെ കയ്യിൽ നിന്ന് ഒരു 5 പൈസന്റെ ഉപകാരം ഇല്ലാന്ന്. അപ്പൊ മരുമോളെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതേ അത്ര കൾച്ചറൽ ഏർപ്പാടൊന്നും അല്ല. ഇനി മുതൽ നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ തിരിച്ചങ്ങോട്ട്. നിങ്ങൾ നല്ലതാണെങ്കിൽ ഞാനും നല്ലത്. ഇനി ഇമാതിരി സ്വഭാവം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും എൻ്റെ അടുത്തുള്ള പെരുമാറ്റം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മോളെ, ഇനി അതൊന്നും മനസ്സിൽ വെക്കണ്ട. മോള് ജോലി കഴിഞ്ഞ് വന്നിട്ടേ നല്ല ക്ഷീണമുണ്ട്, എന്നാ പാല് കുടിക്ക്, അല്ലെങ്കിൽ വേണ്ട അമ്മച്ച് കുങ്കുമം പോയിട്ട് വരാം. അമ്മേ, പാലിൽ കുറച്ച് കുങ്കുമപ്പൂ ചേർക്കാൻ പോയതാ. നാളെ മുതൽ ഞാൻ നിന്നെ കൊണ്ടുവിട്ടോളാം. ഞാൻ പെട്രോളിന്റെ കാര്യം മനസ്സിന്ന് വിട്ടേക്ക്, ഞാൻ കൊണ്ടുവിട്ടോളാം നിന്നെ. അയ്യോ, അങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ? ഒരു കാര്യമില്ല. നാളെ തന്നെ ഞാൻ പുതിയൊരു വണ്ടിക്ക് ഓർഡർ ചെയ്യാൻ പോവാം. നിങ്ങൾ എന്നെ കൊണ്ടുവിട്ടിട്ട് വേണം. 1000-2000 പെട്രോൾ അടിക്കും. എന്നിട്ട് എന്റെ ശമ്പളം മുഴുവൻ കണക്ക് പറഞ്ഞ് അങ്ങോട്ട് വാങ്ങിയെടുക്കും. ആ പരിപാടി മനസ്സിൽ വെച്ചാൽ മതി. ശരി, ആലോചിച്ച് നീ എങ്ങനെ വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്. നല്ല മറുപടി പറഞ്ഞു കണ്ടോ? രണ്ടാളും 10 മണിക്ക് തിരിച്ചു പോയത്. ജോലിയല്ല എന്തുണ്ടായിട്ടും കാര്യമില്ല. പെൺകുട്ടികൾക്ക് വേണ്ടതേ നല്ല തൻ്റെ ഇടം. അങ്ങനെയാണെങ്കിൽ എവിടെയും പിടിച്ചു നിൽക്കാം.